Jingle Bells Choir Fest 2024. Brought to you by Filippo Samuel, Sam, financial advisor and registered representative of Blue Ocean Wealth Solutions. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിയായി കനേഡിയൻ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ നറുക്ക് ലഭിച്ച ബെലൻ മാത്യു സ്കാർബറോ ഡോൺ വാലി ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നാണ് കൺസർവേറ്റീവ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. എറണാകുളം മാമംഗലം സ്വദേശിയാണ്. HMTയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ചിറ്റങ്കോട്ട് സിജി മാത്യുവിൻ്റെയും എലിസബത്തിൻ്റെയും മകനാണ്. അഭിഭാഷകയായ ടീന ബെല്ലൻ്റാണ് ഭാര്യ. 10 വർഷം കുവൈറ്റിൽ ജോലി ചെയ്ത ശേഷം 15 വർഷം മുൻപാണ് കാനഡയിലേക്ക് കുടിയേറിയത്. എറണാകുളം സെന്റ് ആൽബർട്ട്സ് വിദ്യാർത്ഥിയായിരിക്കെ കലാലയ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് ഇവിടെ വന്ന ശേഷമാണ്. സ്റ്റീഫൻ ഹാർപ്പവറിൻ്റെ പിൻഗാമിയായി ആൻഡ്രൂ ഷീർ കൺസർവേറ്റീവ് പാർട്ടി നേതൃത്വത്തിലായിരുന്നത് മുതൽ ബെലൻ പാർട്ടിയിൽ സജീവമാണ്. എറിൻ ഓർട്ടൂൾ നേതാവായപ്പോൾ പ്രചരണ രംഗത്തുൾപ്പെടെ സജീവമായിരുന്ന ബെലന്റ് സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുന്നത് ഇപ്പോഴത്തെ നേതാവ് പിയർ പൊളിയവിൻ്റെ ടീമിലെ പ്രമുഖ മലയാളികളിൽ ഒരാളായാണ്. ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയായ ബെലന്റ് ദുർഹം മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റായിരുന്നു. ടൊറന്റോ മലയാളി സമാജം ജോയിന്റ് എന്റർടൈൻമെന്റ് കൺവീനറും കനേഡിയൻ കൊച്ചിൻ ക്ലബ് അഡ്വൈസറി ബോർഡ് അംഗവുമായിരുന്നു. ടുമാസ് പ്രസിഡന്റായിരിക്കെ സാൽവേഷൻ ആർമി ഫുഡ് കളക്ഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പുതിയ നേതാവിനൊപ്പം കൺസർവേറ്റീവ് പാർട്ടിയുടെ വലിയ ദൗത്യത്തിൽ സ്കാർബറോ ഡോൺ വാലി ഈസ്റ്റ് റൈഡിംഗിലെ സ്ഥാനാർത്ഥി എന്ന പുതിയ ദൗത്യമായാണ് ബെലന്റ് മാത്യു കളത്തിലിറങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.